അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്, അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ക്ലിപ്പിന്റെ ഒറിജിനൽ എഫക്ട്സും സൗണ്ടും ഒക്കെയാണോ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്, അതോ ഇത് എഡിറ്റഡ് ആണോ? പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇത് ചെയ്യാൻ നാളെ കേട്ടോ. കാരണം പാവം എനിക്ക് കഷ്ടം വരുന്നത് അവനെ ഓർത്തിട്ട്. അമ്പത്തൂര് 2 അപ്പൊ പണിക്കാരെ മറ്റേ തൊപ്പി വെച്ച് ഇരിക്കേണ്ടി വരില്ല. അപ്പൊ സിറ്റി റീസ്റ്റാർട്ട് ആവുന്നതിന്റെ പണിക്കാർക്ക് വേണ്ടി മെസ്സേജ് സെർവർ റീസ്റ്റാർട്ടിന് പോവില്ലേ, പണിക്കാർക്ക് വേണ്ടി മെസ്സേജ്. പണിക്കാരൊക്കെ പണിക്കാരൊക്കെ തിരിച്ചു വരണം ഇത് കഴിഞ്ഞ് മെസ്സേജ് എക്സ്റ്റാറ്റില്. അവന്റെ അവസ്ഥ ആലോചിച്ച് കഷ്ടമുണ്ട്. നമുക്ക് നാളെ ടെസ്റ്റ് സെറ്റ് ആയില്ലേ? അപ്പൊ ഈ ഒരു പ്രശ്നം വേണ്ട. നാളത്തെ റെഡിയാക്കി തരാം. ഞാനൊന്ന് പോവാന്നെങ്കിലും ഞാനൊരു ചിലപ്പോ 2 ദിവസം ലീവ് വരണം. അപ്പൊ നാളെ അപ്പനില്ലേ? നാളെ കാണും. നാളെ വരും. അതിന് ആർപ്പിക്ക് വരും. എനിക്ക് അല്ലാതെ 2 ദിവസം ലീവ് വേണം. നാളെ മറ്റന്നാളുമായിട്ട്. അല്ല സെർവർ റെഡിയാക്കാൻ. സെർവർ റെഡിയാക്കിയിരിക്കുമല്ലേ? യെസ് 2 days. നമ്മള് തിങ്കളാഴ്ച നമ്മളില്ലല്ലോ. അപ്പൊ ബാക്കി 2 ദിവസം അവര് ബാക്കി പറഞ്ഞു നമ്മള് വരുമ്പോഴത്തേക്ക്. സെറ്റല്ലേ? എനിക്ക് 2 ദിവസം കുഴപ്പമില്ലല്ലോ. ഇല്ല നമ്മള് ടെസ്റ്റ് നാളെ എന്തായാലും ചെയ്യാം. ഓക്കെ സെറ്റ്. ഞാൻ വരാവേ. The teacher. പെയ്ഡായിട്ട് ഗ്രൂപ്പായിട്ട് കാശ് ഇറക്കിയല്ലേ? ഇതിനകത്ത് കെവിനും ബാലനും മാത്രമേ ഉള്ളൂ കേട്ടാ, വേറെ ആരും ഇല്ല. കെവിൻ ബാലൻ സ്നൈപ്പ് സാവേജ് വില്ലുവരെയൊക്കെ കിണ്ടി, വില്ലുവരെ മന്ദാരം എല്ലാരും നമ്മുടെ ഫോട്ടോ എല്ലായിരുന്നാണ്. മൈൻക്രാഫ്റ്റ് ഒന്നും ഞാൻ കളിക്കാറില്ലടാ, എനിക്ക് അറിഞ്ഞ പോലും കൂടാണ്. ദിസ് ഇസ് വെരി ലൈറ്റ് ഹാർട്ടഡ്, ഭയങ്കര ഫണ്ണുമാണ്. ഇന്ന് അതേ സമയത്ത് ടോക്സ് ഇമോഷണലി നമ്മള് ഒരു ഷിപ്പിനെ ഓർത്ത് നിങ്ങൾ കരയും. അതൊക്കെ എങ്ങനെ ഷിപ്പിനെയൊക്കെ ഓർത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? വൺ പീസ് കണ്ടിട്ട് ഉണ്ടല്ലേ? പക്ഷെ ചേട്ടാ കാര്യം പറയാ, അനിമ തുടങ്ങുന്ന ആൾക്കാർക്ക് വൺ പീസ് ഭയങ്കര പാടാ. എന്നുവെച്ചാൽ 1100 സംതിങ് എപ്പിസോഡ് ഉണ്ട് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ സൺഡേ. എടാ 1000 എപ്പിസോഡ് കണ്ടു തീരാൻ ഞാൻ എത്ര നാളെടുക്കും? ഒരു എപ്പിസോഡ് 16 മിനിറ്റ്. ചില സമയത്ത് അഡിക്റ്റ് ആയി പോയാൽ പിന്നെ ഇതിനകത്ത് ഇരിക്കും. ഞാൻ ഇപ്പോഴും ആലോചിക്കണത് എങ്ങനെ കണ്ടോണ്ടിരിക്കുമെന്നാണ്. ചേട്ടാ ഒരു കാര്യം ചെയ്താൽ മതി, ആദ്യം തുടങ്ങുവാണെങ്കിൽ ഇൻ കേസ് ഡീമൺസ് ലോഡ് എല്ലാം തുടങ്ങാം. നമുക്ക് കുഞ്ഞ ഓൾസോ അതിന്റെ സിനിമ അടുത്ത മാസം ഇറങ്ങാൻ പോയി IMAX-ല്. കിടിലം പടമായിരിക്കും. അപ്പൊ ഈ ആനിമ കാണാതെ പോയി സിനിമ കണ്ടാ മനസ്സിലാവോ? ഇല്ല. അപ്പൊ IMAX-ൽ ഒരു പടം പോയി. കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും എന്താടാ അതെ കൂട്ടാൻ അന്ന് ബ്ലാക്ക് മിത്ത് ബുക്കും ഇരുന്ന് കളിച്ചിട്ട് ലാസ്റ്റ് കഥ കേട്ടില്ലേ?
അതേ കൂട്ടാണ് അതിനോട് സ്റ്റോറി. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയും ഡെപ്ത് ഉണ്ടോ അതിന്? കാണാൻ നോക്കാം. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും മൈജി ഷോറൂംസ്. എന്തുവല്ലേ, ഞാനേ ഈ സത്യം പറഞ്ഞ 2-3 ദിവസം മുമ്പാന്ന് തോന്നുന്നു പുള്ളിയുടെ വീടിന്റെ റൂം ടൂർ ഇരുന്ന് കണ്ടത്. അത് എന്ത് വീടാണ് അത്. പിന്നെ വേറെ അനൗൺസ്മെന്റ് ഉണ്ട്, പുള്ളിയെ മെനഞ്ഞാന്ന് വിളിച്ചായിരുന്നു. മൈജിയുടെ ആദ്യത്തെ മൈജി സ്പോൺസേർഡ് സ്ട്രീമർ ഞാനാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. പുള്ളിയായിട്ട് റിവീൽ ചെയ്താ പറഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങളില്ല നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരായിട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടിട്ടായാലും വൈജിക്കാരല്ലേ, ഇത് കണ്ടിട്ട് വൈജിക്കാരെ വിളിക്കണല്ലേ. അണ്ണന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓഫർ കിട്ടും. പിന്നെ ഉറപ്പല്ലേ അണ്ണ, പുള്ളി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ണ കോഡ് പറയോ? എന്നെ എങ്ങനെ മൈജിയുടെ ഒഫീഷ്യൽ സ്ട്രീമർ ആക്കിയാ ഞാൻ പിന്നെ മൈജിക്ക് വേണ്ടി ഞാനൊക്കെ പണിയെടുക്കും. ഞാൻ ഡെയിലി മൈജി അങ്ങ് പ്രൊമോട്ട് ചെയ്യും ഞാൻ. പിന്നില്ലാതെ ഇന്തോനേഷ്യയിൽ എങ്ങനെ പോയി നമ്മുടെ റോഹന്റെ ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞാൽ ലീഗലി കേസാണ്, ജയിലിൽ കിടക്കും. പക്ഷെ എങ്കിലും ആര് റോഹന്റെ ഫ്ലാഗാ? ഏത് റോഹന്റെ ഫ്ലാഗ്? ഇന്തോനേഷ്യ എങ്ങനെ പോയി നമ്മുടെ റോഹന്റെ ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞാൽ ലീഗലി കേസാണ്, ജയിലിൽ കിടക്കും. പക്ഷെ എങ്കിലും അവിടെയുള്ള ബോട്ടിലും ബൈക്കിലും കാറിലും ട്രക്കിലും ഈവൻ നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ താഴത്ത് വരെ റോഹന്റെ ഫ്ലാഗ് ഉണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേക്കാണ് ഈ ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ, മറ്റേ ക്ലച്ച്ലെസ് അല്ലേ പറയണത്. പറഞ്ഞു തരാം, അത് കേട്ടിട്ടില്ലേ? പുള്ളിയുടെ വീഡിയോ കാണാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ കാണാറുണ്ട്. എന്താന്നല്ലേ പറഞ്ഞു തരാം. സിറ്റി അപ്പായിരുന്നു. സിറ്റി അപ്പായിട്ടല്ലോ, അത് മാറ്റി വെച്ച് സിറ്റി അപ്പായ. അതായത് ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പോളിസി ഒന്നും അവിടുത്തെ നാട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിലാണ് അവരിത് മുന്നോട്ട് കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഈ സ്ട്രോ ഹാറ്റ് ഫ്ലാഗ് ഇപ്പൊ അവരുടെ പ്രൊട്ടസ്റ്റിന് ഒരു സിമ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഈ സിമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവസാനം സഹികെട്ടുകൊണ്ട് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ആ ഒരു കാര്യം പറഞ്ഞു. സ്ട്രോ ഹാറ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഒരു ത്രെറ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ അത് കാണിക്കുന്നത് ഇല്ലീഗൽ ആണെന്ന് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടത് നന്നായി, അല്ലേ ഞാൻ ഈ ഫ്ലാഗ് ആയിട്ട് ആ പറഞ്ഞ രാജ്യത്ത് പോയേനെ. എടാ ഇതെന്താ? ഞാൻ സത്യം പറഞ്ഞത് നിങ്ങൾ കാണുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടാരും. എനിക്ക് ഏക്കും പോക്കും മനസ്സിലാവുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ട് മാത്രം. ഞാൻ മറ്റേ വട്ടറെ പോലെ കാണുന്നോണ്ടിരിക്കണ്. അത് ആനിമി അല്ല. അത് ആനിമി അല്ലായിരുന്നടാ. എടാ എന്തിനാടാ ഡീമ ഇങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുന്നത്? ഇത് ആനിമി അല്ല. എക്സലറേറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. 6 തന്ന എക്സലറേറ്റ് ഗെയിമിംഗ്. എക്സലറേറ്റ്, താങ്ക് യു സോ മച്ച് എക്സലറേറ്റ്. The dragon has 3 heads. One to be a murderer who will unleash death. One to be a monarch whose crown will weigh heavy. And one to be mad whose ideas will change history. Nice. Mention that ചങ്കത്തി. അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടം? അച്ഛനെയാണോ പൊറോട്ടയാണോ ഇഷ്ടം? ഇതൊക്കെ എന്താ? ലേ ചെക്കൻ പെട്ടെന്ന് കേറടാ, ഇല്ലാതെ അവളുടെ മനസ്സ് മാറും. Men will be men. 10 years old me and my bro. പറയട്ടെ, ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകാൻ വന്നേ. വണ്ടി കയറ്, തട്ടിക്കൊണ്ട് പോട്ട്, വണ്ടി കയറ്, തട്ടിക്കൊണ്ട് പോകണം. നമുക്ക് ദേ സമയം നമുക്ക് പോയിട്ട് വേറെ ആരെയും തട്ടിക്കൊണ്ട് പോകാനുണ്ട്. ദേ കയറ്, ഇവൻ നീ ഒന്ന് കേറാ, പഠിച്ചിരിക്കല്ലടാ, കേറാ പ്ലീസ്. എന്തൊക്കെ സാരകമല്ലേ എല്ലായിടത്തും ഉണ്ട്. അയ്യോ, ഞാൻ ഇത് പെട്ടെന്ന് ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു ശബ്ദവും കൂടെ കേട്ടപ്പോ ഞാൻ ഓർത്ത് ഇവിടെ വേറെന്തോ കൊണ്ടിട്ടെന്ന്. അയ്യോ എന്താ?
ഭാഗ്യം തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. പതുക്കാൻ നമ്മളെ തലേന്നൊന്ന് ചക്കപ്പായ കബഡി എടുത്ത് നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു കബഡിക്കുള്ളി തേങ്ങാക്കൊല്ലയോ? ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ട് പോയി നിൽക്കാൻ? നമ്മൾ പോയി തിന്നല്ല, ആ കലന്തന്റെ ചതിപ്പണിയാണ്. ഓന്റെ പേരിൽ നമ്മള് പോലീസിൽ കേസ് കൊടുക്കും. തേങ്ങ തലേ വന്ന് വീണേന് ഈ തലയിലെന്തിരിക്കണേ സ്നഗ്ഗിട്ട് വെച്ചിരിക്കണേ? പിള്ളേരെ കളിക്കാൻ പറഞ്ഞായിരിക്കും. 1 2 3 ഇതേ പിള്ളേരുള്ളവർക്ക് മാത്രമേ ഇതിന്റെ വില മനസ്സിലാവത്തുള്ളടാ. ഈ സാമാനത്തിന് എന്തൊരു വിലയാന്നറിയോ? Me and my mom core. എന്താണ് നീ സൂക്ഷിച്ച് നോക്കുന്നേ? നിനക്ക് എന്റെ തള്ള സംശയമുണ്ടോ? ആ ഉണ്ട് സാറേ. മമ്മി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ അങ്ങനെയല്ല മമ്മീനെ വളർത്തിയത്. അണ്ണാ ഇത് നോക്ക്. Who is the founder and OH members of TV Takkudu Vava Adologam? Here what I found. TV Takkudu Vava Adologam is a prominent organized GTA5 RP gang in Malayalam roleplay community. They are known for quality roleplay and structured hierarchy and dominance across various RP servers. And and permanently banned from most of the RP servers in Kerala. അതും കൂടെ എഴുതി ചേർക്കണം. According to official gang lore and various RP accounts, Parindu Vasu, typically recognized as the founding and leading figure in TVA. Chandra Bose, also cited among core leadership or high-ranking members. Bellary Ryan, often featured as a senior or influential member. Blind Rebel, listed as an important member in the gang's core group. The names drawn from TVA on community that appears to be the inner circle of the gang. നമ്മുടെ പേരൊക്കെ ഉണ്ടാ? എന്റെ പേരൊക്കെ ഉണ്ടാകിയേ Various YouTube videos such as the story of the Chronicle, TVA, social media and content creators. Example, Eagle Gaming, Dreamer OP, Lay Ajmal, Menatams Gaming, Gannapi. Frequently feature TVA characters like Vasu, Babu, Chandran, Minion, Gannapi, whom seems to play major roles in cinematic storylines and RP narratives. Major role in cinematic storylines. ഇത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക കേസ്, ഇത് ഇപ്പം ChatGPT എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനൊരു റിപ്ലൈ ഇല്ലെങ്കിൽ അവർ ഡേറ്റ കളക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ RP ഒക്കെ കാണുന്ന ആരെങ്കിലും ഒരാള് കൊടുക്കണതായത് മനസ്സിലായോ? ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പം മെറ്റയോടൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ആ ഇൻഫർമേഷൻ മെറ്റയ്ക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ശരിക്കും ഈ ഇത് വർക്കാവുന്നത്. ഈ ഇവരെല്ലാരും ഡേറ്റാസ് കളക്ട് ചെയ്യണത് അങ്ങനെയാണ്, അറിയാം. അതിപ്പോ അതിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് ഫീഡ് ചെയ്യാം. സിറ്റിയപ്പോ ഇനി ചെയ്യാൻ പറ്റത്തില്ല കേസ്. ഇനി എന്ത് ചെയ്യാനാണ്? ഇനി കേറിട്ട് എന്ത് ചെയ്യാനാ? ഇന്ന് എന്തായാലും RP ചെയ്യാൻ പറ്റത്തില്ല. ജോക്കിയൊക്കെ ഉണ്ട്. സത്യം നിന്റെ കുഞ്ഞെല്ലാരും നിലവിളിച്ചോണ്ട് വരുന്നേ? നിന്റെ കൊച്ചു മാമ മരിച്ചോ? അയ്യോ, തിരുവല്ലയുള്ള എന്റെ മധുവാങ്ങള മരിച്ചു പോയി. ആണടി. പിന്നെ ദൈവമേ, എന്റെ കുഞ്ഞിനെ സ്വർഗത്തിൽ തന്നെ കൊണ്ടുപോകണേ. എലി അലീന അവരുടെ ആ ഒരു കൂട്ടം. ഇത് കണ്ടാൽ എന്ത് മനസ്സിലാവും? ജോജി തമ്പിയുടെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. എന്താടാ ഇതൊക്കെ? ഇത് കണ്ടാൽ എന്ത് മനസ്സിലാവും? ജോജി തമ്പിയുടെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. ഗീവേന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഗീവ് വേ എന്നാണ്. ഇത് റോഡിൽ കിടന്ന് അഭ്യാസം കാണിച്ചാലേ ഇതുപോലെ നമ്മളെയും കോരിക്കൊണ്ട് പോകുമെന്ന്. അതുള്ളതാണെങ്കിലും അതല്ല ഇത്. ഇതോ റോഡിൽ വെള്ളക്കെട്ടുണ്ട്, അപ്പുറത്ത് പോകേണ്ടവർക്ക് ഇഷ്ടിക നിരത്തിയിട്ടുണ്ട്. അതേ ചവിട്ടി വേണം അപ്പുറത്ത്. ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ ഇവിടെ അടുത്ത് എവിടെയോ നല്ല അട്രാക്ഷൻ കിട്ടും, വേണ്ടവര് മേടിച്ചോളാൻ. ഒരു പി, ഒരു വെട്ടിയ പി, ഇതെന്തിനാണ്? ഇത് റോഡ് സൈഡിൽ പെടുക്കുന്നവന്മാർക്കുള്ള ബോർഡാ. ഈ പി കണ്ടാ പെടുക്ക, ഈ വെട്ടിയ പി കണ്ടാ പെടുക്കരുതെന്നാ. നമ്മൾ
ഈ പുള്ളിക്ക് ഇതിനു വേണ്ടി കണ്ടന്റ് എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ശ്രീകാന്ത് വെട്ടിയാര്. എടാ സിറ്റി അപ്പാണാ? നമുക്ക് കേറി വല്ല റാൻഡ